നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മാങ്കുളം യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇത് നമ്മൾ മനോഹരമായിട്ടുള്ള മാങ്കുളത്തുള്ള ഒരു ഓഫ് റോഡ് ഡ്രൈവിങ്ങിനാണ് പോകുന്നത്. മാങ്കുളം ജംഗ്ഷനിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാങ്കുളം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം ഈ ഒരു ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക്. മാങ്കുളം ടൗണ് പിന്നിട്ട് കുറേ ഉള്ളിലേക്ക് വരണം. അപ്പോൾ നല്ല മനോഹരമായ റോഡാണ്. ഇത് സൈഡിൽ നല്ല മരങ്ങളും അതോടൊപ്പം തന്നെയുള്ള കാപ്പി കൃഷിയൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ദൂരെ നല്ല മലനിരകൾ കാണാൻ പറ്റും. മാങ്കുളത്തെ ഒരു കുവൈറ്റ് സിറ്റിയൊക്കെ പിന്നിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് പോകുന്നത്. ഇവിടെ നല്ലൊരു റിവർ കാണാനായിട്ട് പറ്റി. അപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. വീണ്ടും യാത്ര തുടരുകയാണ്. ചെറിയ വഴിയാണ്, ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്, ചെറിയ വീടുകളും അതോടൊപ്പം തന്നെ ചെറിയ വഴിയാണ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ്, മലയിലേക്ക് കയറുന്ന ഭാഗമാണ്, ഫോറസ്റ്റിലേക്കുള്ള വഴിയാണ്. ചില സ്ഥലങ്ങളിൽ അവരിങ്ങനെ ടൈൽസ് പാകിയിട്ടുണ്ട്. ഈ വെള്ളം കുത്തി ഒഴുകുന്ന സ്ഥലമാണ്. ഇടയ്ക്കൊക്കെ നല്ല വലിയ വീടുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ചെറിയ കുരിശടികളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ എബിയുടെ അളിയനാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹം ഒരു ടൂർ ഓപ്പറേറ്ററും അതോടൊപ്പം തന്നെ റിസോർട്ട് നടത്തിപ്പുകാരനൊക്കെയാണ്. അമ്പലം പോലെ ഈ പാറയില് അത് തന്നെ അവരുടെ അമ്പലം പോലെയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. ഫോറസ്റ്റിലേക്ക് പോകും തോറും റോഡിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്. ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകുന്ന ഒരു വഴിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പോകുന്ന അങ്ങനെ ഒരു വഴി കൂടാണ്. വലിയ ഭീമാകാരമായ വൃക്ഷങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ വനം മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാവുകയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ വലിയ കുത്തനെയുള്ള കയറ്റമാണ്. നമുക്ക് വളരെ പേടി തോന്നുന്ന തരത്തിലുള്ള ഒരു കയറ്റത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല മലകൾ കയറി ഇറങ്ങിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എതിരെ വണ്ടി വരാൻ ചാൻസ് ഇല്ല. കാരണം ഇത് വൺ വേ ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ട്രക്കിങ് അല്ലെങ്കിൽ ഈ ഒരു ഓഫ് റോഡ് ക്രമീകരിച്ചിരിക്കുന്നത് വൺ വേ ആയിട്ടാണ്. ഈ ഓഫ് റോഡിലെ ഏറ്റവും വലിയ കയറ്റത്തിലേക്കാണ് നമ്മളിപ്പോൾ ചേർന്നിരിക്കുന്നത്. ഇത് ഭയങ്കര കയറ്റമാണ്. ഇത് സാധാ ഗിയർ കയറില്ല. ജീപ്പിൻ്റെ അഡീഷണൽ ഗിയർ ഉണ്ടല്ലോ ഈ കയറ്റമൊക്കെ കയറുന്നത്. അപ്പോൾ അതിൽ ഹനുമാൻ ഗിയർ എന്നൊക്കെ പറയുന്ന ആ ഗിയറിലെ ഈ കയറ്റം കയറാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ അളിയച്ചാർ എല്ലാം പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. ഉഗ്രൻ ഡ്രൈവറാണ്.
അങ്ങനെ നമ്മുടെ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. കുറച്ച് മുകളിൽ വന്നിട്ട് ശേഷം താഴേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. മാങ്കുളത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ ആദിവാസി ചേട്ടന്മാർ ഇവിടെ ഇങ്ങനെ കുടിൽ കെട്ടുന്ന അല്ലെങ്കിൽ ഇതിൽ പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ഈ ഒരു ജീപ്പ് റൈഡിൻ്റെ ഒരു ബ്രേക്ക് നമ്മൾ എടുക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഒരു 10-12 മിനിറ്റോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടരുന്നത്. നമ്മളപ്പോഴേക്കും നമ്മുടെ ബാക്കിൽ വന്ന ഒരു ജീപ്പ്, അതിന് സഞ്ചാരികളാണ്. അവരും ഇതിൽ ട്രക്കിങ് ആസ്വദിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ജീപ്പ് റൈഡ് ആസ്വദിക്കാനായിട്ട് വരുന്നവരാണ്, ഓഫ് റോഡ്. അപ്പോൾ അവരെ വഹിച്ചുകൊണ്ടുള്ള വണ്ടി ഞങ്ങളെ പാസ് ചെയ്ത് പോവുകയുണ്ടായി. പിന്നെ എല്ലാവരും വണ്ടിയിലൊക്കെ ഇരുന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു. ഉടനെ തന്നെ വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അതല്ല, ഇത് കഴിഞ്ഞ ട്രൈബൽ കോളനിയാണ്. അപ്പം നമ്മൾ അവിടെ വേറെ കമൻ്റ് ഒന്നും അടിക്കില്ല കേട്ടോ. ആരെങ്കിലും കണ്ടാലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മുടെ യാത്ര ഒരു ട്രൈബൽ കോളനിക്കുള്ളിലൂടെയാണ്. അപ്പോൾ അവിടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്നും നമ്മൾ ഒരു തരത്തിലും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പിന്നെ വേറെ രീതിയിലുള്ള കമൻറ്റുകൾ പറയാനോ ഒന്നും പോകരുത്. അവർ ഒരു ശല്യമായിട്ട് നമ്മൾ മാറരുത്. അവരുടെ സ്ഥലമാണ്. നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ അവരോട് ബിഹേവ് ചെയ്യണം, അതുവഴി കടന്നു പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എടാ, കാട്ടുമാങ്ങ പഴമൊന്നുമില്ലേ? പഴത്തില്ലേ? ഇതിനത്ര എടാ, വേറൊരു പാക്കറ്റ് തന്നെ. ഇതോ ആ വലിയതൊന്നും ഹായ് പറഞ്ഞു. പേരെന്താ? മോന്റെ പേരെന്താ? മോന്റെ നല്ല പേരാ. ബാലൻസ് ഉണ്ടോ? 20 രൂപ. അത് വെച്ചോ. എന്തായാലും അവിടുത്തെ നാട്ടിലെ കുറച്ച് കുഞ്ഞുങ്ങളെ കണ്ടു. അവർ ഈ കാട്ടിലെ മാങ്ങയും അതോടൊപ്പം തന്നെയുള്ള മാങ്ങയൊക്കെ ചെറിയ കണ്ണിമാങ്ങയൊക്കെ വിൽക്കുകയാണ്. ഇതിലെ വരുന്ന സഞ്ചാരികൾക്കാണ് അവർ കൊടുക്കുന്നത്. അത് അവർക്ക് ജീവിക്കാനുള്ള ചെറിയൊരു വരുമാനം എന്ന നിലയ്ക്ക്. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മിടുക്കരായ കുട്ടികൾ. അപ്പോൾ അവരെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. ഇവിടെ നമ്മൾക്ക് വഴിയുടെ സൈഡിൽ തന്നെ ചെറിയ വീടുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൃഷികളുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ വൃത്തിയുള്ള അന്തരീക്ഷമാണ്. അതോടൊപ്പം തന്നെ ഈ കൃഷിയൊക്കെ വലിയ സേഫ്റ്റി ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇടതുവശത്ത് വലിയൊരു അരുവി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാട്ടർ ക്രോസിംഗ്.
അല്ല ടയറിന്റെ അടി കൂട്ടിയെടുത്തോ? ഈ ഒരു ജീപ്പ് റൈഡിൻ്റെ വളരെ ടഫായിട്ടുള്ള ഒരു പ്രദേശത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദിവാസി കോളനിക്കൊക്കെ ശേഷമാണ് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഒരു റോഡും ടെറൈനൊക്കെ വരുന്നത്. ഇതുവരെ നമ്മൾ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ വലിയ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണിത്. പ്രത്യേകിച്ച് കാട്ടുപോത്തുണ്ട്, ആന, ഇതൊക്കെ സ്ഥിരം വിഹരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇതുവഴി ഇവർ ഈ ട്രിപ്പ് ആൾക്കാരെ കൊണ്ട് പോകുന്ന സമയത്ത് സ്ഥിരം കാണാറുണ്ടെന്നാണ് പറയുന്നത്. ഈ വലിയ ആനകൾ ഇങ്ങനെ വഴിയിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കാട്ടുപോത്ത് വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഇവർ നമ്മളോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ വലിയ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു യാത്രയാണ്. നമുക്കെന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രദേശം കൂടിയാണ്. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒത്തിരി ഡേഞ്ചറും അല്ല, എങ്കിൽ അത്യാവശ്യം നമുക്ക് ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മാങ്കുളത്തെ ഈ ഒരു റൈഡ്. നാല് ഗസ്റ്റ് പേടിച്ചോറന്മാരെന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടാമത്തെ സ്ഥലത്ത് ഞങ്ങൾ സ്വല്പം ബ്രേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഇവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. ഇത് നല്ല മഴയുള്ള സമയത്തൊക്കെ ഇത് കര കവിഞ്ഞിങ്ങനെ ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുറകിൽ മറ്റൊരു ജീപ്പ് കൂടി സഞ്ചാരികളുമായിട്ട് ഇതുവഴി കടന്നു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര അവിടെ നിന്ന് തുടരുകയാണ്. ഇനി കുറച്ചുകൂടെ ടഫായിട്ടുള്ള വഴികളാണ്. കുറച്ചുകൂടെ ഓഫ് റോഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വഴിയിലേക്കാണ് പോകുന്നതെന്നാണ് നമ്മുടെ അളിയൻ പറയുന്നത്. ഞങ്ങളെന്തായാലും എല്ലാവരും എൻജോയ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള വഴികൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷെ വളരെ എക്സൈറ്റഡ് ആണ്. എന്തിയെ അവരെന്ത് നോക്കിട്ട് എന്തിയെ? ആ പൊക്ക പൊക്ക, ഞാൻ പറയുന്നുണ്ട്.
ടാസ്ക് വഴിയാ. എങ്ങനെ ഉണ്ടായിരുന്ന അടിച്ചോളിച്ചാ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെടാതിരിക്കാൻ ഇനി ഞങ്ങൾ ഫാമിലി ആയിട്ട് വരും. പണ്ടത്തെ വേണ്ടേ? വനാതിർത്തി കഴിഞ്ഞു. എന്തായാലും നമ്മൾ തിരിച്ച് ഫോറസ്റ്റ് ലൈൻ ക്രോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ബോർഡ് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വനാതിർത്തിക്ക് സമീപം തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അവിടെ വീടൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർക്ക് തന്നെ ഈ നാട്ടിലുള്ള ഈ എബിക്കും അവർക്കൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഈ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും വന്ന് താമസിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരിക്കും. എന്തായാലും ചിലപ്പോൾ അത് റിസോർട്ടായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും മനോഹരമായിട്ടുണ്ട്. ഇവിടെ വനത്തിൻ്റെയൊക്കെ അതിർത്തി ജണ്ടയൊക്കെ കാണാനായിട്ട് നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഏലയ്ക്ക അങ്ങനെയുള്ള കാർഷിക വിളകളൊക്കെ കാണാം. ഈ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ സുഖമായിട്ട് അതിനിപ്പോൾ ഇവിടെ ഏതാ ആ നമ്പറിലൊന്ന് വിളിക്കാൻ 25,000 1500. അതല്ല ബ്രോ, ഞാൻ പറയട്ടെ, ഇതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത് മറ്റേ അത്യാവശ്യം ടൂറിസ്റ്റ് മേഖലയും കൂടെ ആയതുകൊണ്ട് അവൻ ചോദിക്കുന്ന വനത്തിൻ്റെ അടുത്തും കൂടെ ആയതുകൊണ്ട് അവൻ ചോദിക്കുന്ന വില കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 2 വർഷമായിട്ട് ഈ മോഡൽ ഇപ്പോഴാ ഓണറോടെ എന്തായാലും ഓഫ് റോഡൊക്കെ അവസാനിച്ച് നമ്മൾ നേരെ താഴെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി എല്ലാവരും ഒരു കടയിൽ വന്നു. അവിടെ നാരങ്ങ വെള്ളം സർബത്തൊക്കെ കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക കിട്ടും. നെല്ലിക്ക മാങ്ങയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും ആവശ്യത്തിന് കഴിക്കുകയാണ്. ജോസേട്ടനെ പുഴു പിടിച്ച അനുഭവമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് മാങ്കുളത്തുള്ള ആനക്കുളത്ത് വന്നിരിക്കുകയാണ്. ആനക്കുളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആനകൾ കൂട്ടത്തോടെ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് ഇടുന്നത്. നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലാണ് ഇവിടെ ആന വരുന്നത് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് ആനകൾ ഇവിടെ എത്തും. അപ്പോൾ നമ്മളൊരു ആപ്പിൽ നോക്കിയിട്ട് ആനകൾ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ഇവിടെ വന്ന് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആനക്കുളത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.